അങ്കോലയിലെ ദുരന്ത ഭൂമിയുടെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ദൃശ്യം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഒരു ലൊക്കേഷൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനപ്പുറം രക്ഷാപ്രവർത്തനം നടത്തുന്ന ഭാഗത്തെ ദൃശ്യങ്ങളും ആകാശ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ പ്രയാസമുണ്ട്, വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഷിരൂരിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ കെ വി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, കുടുംബം കേരളം മുഴുവൻ ഇപ്പോൾ പ്രതീക്ഷയോടെ നോക്കുന്നത് എപ്പോൾ സൈന്യമെത്തും, അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ എപ്പോൾ തുടങ്ങുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ രാഹുൽ? ആര്യ, 11:30 തന്നെ സൈന്യം ഇവിടേക്ക് എത്തിച്ചേരും എന്നൊരു വിവരമാണ് ഉണ്ടായിരുന്നത്. സ്ഥലം MLA-യും ഈ വിധത്തിലാണ് പ്രതികരിച്ചിരുന്നത്. അതുപോലെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ആളുകളൊക്കെ സൈന്യം 11:30 എത്തിച്ചേരും എന്നൊരു പ്രതികരണമാണ് രാവിലെ നടത്തിയിരുന്നത്. പക്ഷേ സേനാംഗങ്ങൾ എത്താൻ വൈകുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി വൈകിയതിനു ശേഷം മാത്രമേ അവർ ഇവിടേക്ക് എത്തിച്ചേരൂ എന്നുള്ളൊരു വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. കൃത്യമായൊരു സമയം എങ്ങനെയാണ് എന്ന് അറിയിച്ചിട്ടില്ല. എത്താൻ വൈകും എന്നുള്ള വിവരമാണ്. വളരെ പ്രതീക്ഷയോടെ എല്ലാവരും സൈന്യത്തെ കാത്തിരിക്കുകയാണ്. സേന ഇറങ്ങി എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ അറിയുന്നതിന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരെത്താൻ വൈകും എന്നുള്ള പ്രധാനപ്പെട്ട പുതിയൊരു വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതിന്റെ കാരണം എന്താണ് എന്നതിനൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അധികൃതരുമായി സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വൈകുന്നു എന്നുള്ളൊരു വിവരം മാത്രമേ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ആ അപകട സ്ഥലത്തിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാകും ദൃശ്യങ്ങൾ കഥ പറയുന്നു എന്നുള്ളതാണ്. എത്രത്തോളം വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത്, അതുപോലെ രക്ഷാദൌത്യം ഏതു വിധത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഇതുവരെ നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. രക്ഷാദൌത്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വേഗം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. മഴ പെയ്യുന്നുണ്ടെങ്കിലും തിരച്ചിൽ അത് നിർത്തിവെക്കുന്നില്ല. പരമാവധി കഴിയുന്ന വേഗത്തിൽ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് റഡാറിന്റെ ഈ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ ഈ വാഹനത്തിൻ്റെതെന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചിരുന്നു. സംശയം മാത്രമാണ്, വാഹനം അതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അത് കല്ലോ മണ്ണോ ആയിരിക്കില്ല, യന്ത്രഭാഗങ്ങളുടെ സിഗ്നലാണ് ലഭിച്ചത് എന്നാണ് വിദഗ്ധ സംഘം പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അത് അടയാളപ്പെടുത്തി വെച്ചിരുന്നു. രാവിലെ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് ഉള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിനാണ് ഇതുവരെയുള്ള സമയങ്ങളിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പക്ഷേ വാഹനത്തിൻ്റെതായ യാതൊരു തെളിവുകളോ അടയാളങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഊർജിതമായി തന്നെ ആ തിരച്ചിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം ഈ ചില മരങ്ങളും ഒക്കെ തന്നെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മണ്ണ് നീക്കുന്നതിനിടെ ഈ മരങ്ങളുടെ അവശിഷ്ടമൊക്കെ ഉള്ളതും അതൊരു തിരിച്ചടി തന്നെയാണ്. വലിയ പാറക്കെട്ടുകൾ ഉള്ളതും ഈ ഹിറ്റാച്ചിയൊക്കെ പോലെയുള്ള ഇതുപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നതൊക്കെയാണ്. അതൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയും. അർജുൻ എവിടെ എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു താഴെ പുഴയിലും ഊർജിതമായുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ബോട്ടുകളിൽ 2 NDRF-ന്റെയാണ്, 1 നാവികസേനയുടേതാണ്. അവരും പുഴയിലും ഊർജിതമായി തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുഴയിൽ നടക്കുന്ന അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 6ാം ദിനവും ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മഴയത്ത് പോലും ആ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും എല്ലാവരും വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടി അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിച്ച് അർജുനെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ.